തോമാച്ചൻ ഇത്തിരി ഓവറാ, ഇന്നിനി വേണ്ട. മേശപ്പുറത്ത് നിന്ന് കുപ്പിയെടുത്ത് മാറ്റിക്കൊണ്ട് കൊച്ചുപാപ്പു പറഞ്ഞു. എണീറ്റ് പോടാ, എന്നെ കാണാനിരിക്കുക. ഓമനയായ വളർത്തുപുത്രൻ ജിമ്മിയുടെ മുതുകിൽ ഒരു തട്ട് കൊടുത്തുകൊണ്ട് തോമാച്ചൻ എണീറ്റു. ജിമ്മി കൊച്ചുപാപ്പുവിനെ വിറപ്പിക്കുന്ന വിധം കുരച്ച് യജമാനൻ്റെ പിന്നിലൂടെ വാലാട്ടി നടന്നു. പോകും വഴി ആടിയും ഉലഞ്ഞും തൊട്ടടുത്ത റൂമുകളുടെ കതകിൽ തട്ടിയും മൊത്തം അലമ്പനായി തോമാച്ചൻ എങ്ങനെയൊക്കെയോ തൻ്റെ റൂമിലെത്തി. സൂര്യൻ ഇന്നും ഇന്നലെയും അല്ലല്ലോ ഉദിക്കാൻ തുടങ്ങിയത്, അതിനിപ്പം ഇത്ര കാണാനെന്തിരിക്കുന്നു? ഈ പെണ്ണുങ്ങളെയും കൊണ്ട് ഒരു വഴിക്ക് വന്നാൽ ഇതാ കുഴപ്പം. ശബ്ദം കേട്ട് കൊച്ചുമറിയ ചേട്ടത്തി എണീറ്റ് ലൈറ്റിട്ടു. തോമാച്ചൻ പെട്ടെന്ന് വായു പൊത്തി ഒരറ്റം ചേർന്ന് കിടന്നു. ചേട്ടത്തിയുടെ രൂക്ഷമായ നോട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പുതപ്പിട്ട് തലവഴി മൂടി. കൊച്ചുമറിയടത്തി, തോമാച്ചൻ എണീറ്റോ? ജാൻവിയും ജിഷ്ണുവും കതകിൽ തട്ടി ചോദിച്ചു. കതക് തുറന്ന കൊച്ചുമറിയ ദേഷ്യവും സങ്കടവും കൊണ്ട് പൊട്ടിത്തെറിച്ചു. രാത്രി ഒറ്റ ഒരുത്തനെങ്കിലും ബോധവും വെളിവും ഉണ്ടായിരുന്നോ? ദാ കിടക്കുന്നു. കട്ടിലിൽ ചുരുണ്ടുകിടക്കുന്ന തോമാച്ചനെ ചൂണ്ടി കൊച്ചുമറിയ ചേട്ടത്തി പറഞ്ഞു. വല്യച്ഛനും എണീറ്റില്ല ചേട്ടത്തി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സ്ത്രീകളും കുട്ടികളും വരാന്തയിൽ അങ്ങിങ്ങു മാറി നിന്ന് പ്രശ്നം ചർച്ച ചെയ്തു. ചിലർ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചും പിടിച്ചും കുംഭകർണന്മാരെ എണീപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം 8-9 മണിയോടെ സൂര്യോദയം കാണാൻ പുറപ്പെട്ടു. ഉദയം കാണേണ്ടവർ ഇനി മേപ്പോട്ട് നോക്കിക്കോ, സൂര്യൻ ഉച്ചയിലായി, കൊച്ചുമറിയ ദേഷ്യത്തോടെ പറഞ്ഞു. എന്തായാലും ഇത്രടം വരെ വന്നതല്ലേ, വല്ല ശംഖോ മാലയോ ഒക്കെ വാങ്ങാം. വിവേകാനന്ദ പാറയും കാണണമല്ലോ. സൂര്യോദയം മിസ്സായ സങ്കടത്തോടെ സംഘം ബന്ധുവീട്ടിൽ നിന്നിറങ്ങി. തോമാച്ചനും കൊച്ചുപാപ്പുവും ഉൾപ്പെട്ട സംഘം തലേ ദിവസത്തെ വെള്ളമടി മഹോത്സവം അയവിറക്കി ചിരിച്ചു തിമിർത്തു. ഭാര്യമാർ മുഖം കോട്ടി പുറത്തേക്ക് നോക്കിയിരുന്ന് അമർഷമറിയിച്ചു. കയ്യിലെ ബാഗിൽ ഒതുക്കത്തിൽ വച്ചിട്ടുള്ള മിക്സ് ചെയ്ത സാധനം ആരും കാണാതെ അകത്താക്കുന്ന തിരക്കിലാണ് താമര എന്ന വിളിപ്പേരുള്ള കണ്ണപ്പേട്ടൻ. ഇതിലൊന്നും വശംവദനാകാതെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് അമരത്തിരുന്ന് വണ്ടി നയിക്കുന്നു ലോനപ്പൻ. പെട്ടെന്ന് അങ്ങകലെ ഒരു സംഘം പോലീസുകാർ വണ്ടി തടയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപായ സൂചന കണ്ട് ജിമ്മി തോമാച്ചനെ നോക്കി ഉറക്ക കുരച്ചു. താമര ചിറി തുടച്ച് മയക്കം ഭാവിച്ചിരുന്നു. ലോനപ്പേട്ടൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മെഷീൻ ഊതാൻ സർവഥാ സന്നദ്ധതയോടെ വളയം പിടിച്ച് അമരത്തിരുന്നു. വണ്ടികൾ ഓരോന്നായി മടങ്ങുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നു. എന്താണ് പ്രശ്നം? ഇത്രയിടം വന്നത് വെറുതെ ആയോ? കൊടുന്തമിഴിൽ പോലീസ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല എങ്കിലും മടങ്ങിപ്പോകണം എന്ന ആംഗ്യം കണ്ട് ലോനപ്പേട്ടൻ വണ്ടി തിരിച്ചു. കുറച്ചു ദൂരം പിന്നിട്ട ശേഷം വണ്ടി വഴിയിലൊതുക്കി. കാര്യം അറിയണമല്ലോ. ചെറിയ ആൾക്കൂട്ടം കണ്ടിടത്ത് കൂട്ടത്തിൽ പച്ചയായ മനുഷ്യരിറങ്ങി ചോദിച്ചു, എന്താ സംഭവം? കടലമ്മ കലിതുള്ളുന്നു. എത്രയോ പേർ അകപ്പെട്ടതായി കേൾക്കുന്നു. സൂര്യോദയം കാണാനെത്തിയവർ, അവർക്കുണ്ടായ വൻ ദുരന്തം, ഇതെല്ലാം ടിവിയിൽ കണ്ട് സംഘം പകച്ചുപോയി. തലേന്ന് ഇത്തിരി ഓവറായതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട തോമാച്ചേട്ടനും സംഘവും സർവ്വദൈവങ്ങൾക്കും സ്തുതി പറഞ്ഞുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വണ്ടി തിരിച്ചു. ത്രിഗുണൻ്റെ കുപ്പി ഉയർത്തിക്കാട്ടി താമര വെള്ളത്തിൽ വിരിഞ്ഞു നിന്ന് ത്രിഗുണസ്തുതി പാടി.